പൂപ്പാറ ഒഴിപ്പിക്കലിൽ പ്രതിഷേധം കനക്കുന്നു. പൂപ്പാറയിൽ നാളെ മുതൽ 3 ദിവസം സൂചനാ സമരം. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ് രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും നാട്ടുകാരെയും വ്യാപാരികളെയും ഉൾപ്പെടുത്തിയുള്ള സമരം അരങ്ങേറുക. തുടർന്ന് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും നാട്ടുകാർ. ഹൈക്കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുവാനാണ് നിലവിലെ നീക്കം. പൂപ്പാറയിൽ കയ്യേറ്റമടിപ്പിച്ച കെട്ടിടങ്ങളിലുണ്ടായിരുന്ന വ്യാപാരികളെയും കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുന്നതിൽ തീരുമാനമെടുത്ത് റിപ്പോർട്ട് നൽകുവാൻ ഹൈക്കോടതി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് വ്യാപാരികൾ. പൂപ്പാറ ടൗണിൽ ശാന്തൻപാറ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 70 സെന്റ് ഭൂമിയിൽ പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നതിൽ എതിർപ്പില്ല എന്ന് ശാന്തൻപാറ പഞ്ചായത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത ശേഷം റിപ്പോർട്ട് സർക്കാരിനും കോടതിക്കും സമർപ്പിക്കുവാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. കടകൾ, വീടുകൾ, 3 ആരാധനാലയങ്ങൾ എന്നിവ ഉൾപ്പെടെ 56 കയ്യേറ്റങ്ങളാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത്. ഉപജീവനമാർഗം നഷ്ടമായ 7 വ്യാപാരികൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നതുവരെ ഈ കെട്ടിടങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചിരുന്നില്ല. കോടതിയുടെ നിർദ്ദേശം കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് അനുകൂലമല്ലെന്നും ഇക്കാരണത്താൽ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പൂപ്പാറയിൽ രാപ്പകൽ സമരം നടത്തുമെന്നും നിയമ പോരാട്ടം തുടരുമെന്നും ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ബാബു താമരപ്പള്ളി പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇതിനെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും തന്നെ ഈ വിഷയത്തെ നേരിടാൻ തീരുമാനിച്ചിരിക്കുക. രാഷ്ട്രീയപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു സമര പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ആ സമരപരിപാടി എന്ന് പറയുന്നത് ഈ വരുന്ന ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ 3 ദിവസത്തേക്ക് ഞങ്ങൾ രാപ്പകൽ സമരം നടത്തുകയാണ് പൂപ്പാറ ടൗണിൽ. അപ്പോൾ ഈ 3 ദിവസത്തെ രാപ്പകൽ സമരം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ കേസ് പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഈ 3 ദിവസം ഞായർ, തിങ്കൾ, ചൊവ്വ എന്നുള്ള 3 ദിവസത്തേക്ക് രാപ്പകൽ സമരം നടത്തിയിട്ട് കോടതി അന്നും ഞങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിൽ ഇത് വീണ്ടും ഞങ്ങൾ തുടർ സമരമായിട്ട് നടത്തുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അടുത്ത ചൊവ്വാഴ്ചയാണ് കേസ് കോടതി വീണ്ടും പരിഗണിക്കുന്നത്. കോടതിയുടെ തീരുമാനം ഉപജീവന മാർഗം ഇല്ലാതായ വ്യാപാരികൾക്ക് അനുകൂലമായില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.